മുത്തം തന്ന് തന്നെ ഒറ്റിക്കൊടുക്കും എന്ന് അറിയാമായിരുന്ന ദൈവപുത്രൻ അന്ത്യ അത്താഴവേളയിൽ യൂദാസിനെയും ചേർത്ത് നിർത്തി. അതുപോലെയാണ് നമ്മുടെ ആലഞ്ചേരി പിതാവ്, പാവപ്പെട്ട നമ്മുടെ പിതാവ്, തെറ്റുകാരായ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അവർ തിരിച്ചു വരും, അവർ തിന്മ മനസ്സിലാക്കി തിരിച്ചു വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചേർത്ത് നിർത്താൻ ശ്രമിക്കുകയും നടപടികളിൽ നിന്ന് അവരെ ഒഴിവാക്കുകയും തൽക്കാലത്തേക്ക് നടപടികൾ എടുക്കണ്ട എന്ന് മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് ആ പാവപ്പെട്ട നമ്മുടെ ആലഞ്ചേരി പിതാവ് സ്ത്യാനത്യാഗം ചെയ്തു. സ്ത്യാനത്യാഗം ചെയ്തതല്ല, സ്ത്യാനത്യാഗം ചെയ്യിപ്പിച്ചു. എന്നിട്ടും ശവത്തെ കുത്തുന്ന പോലെ പിന്നെയും പിന്നെയും പരാതികളുമായിട്ട് ആ പാവപ്പെട്ട നമ്മുടെ പിതാവിനെ ഈ എറണാകുളം മണ്ണിൽ നിന്ന് വരെ ഓടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി. അതിലും വിജയം കണ്ടെത്തിയിരിക്കുകയാണ് ഇവർ. കഴിഞ്ഞ ദിവസം ഒരു ബ്രദർ പറയുന്നുണ്ടായിരുന്നു, ബാംഗ്ലൂർ ധർമാരാം അവിടെ പട്ടം, നമ്മുടെ സഭയുടെ പട്ടം കിട്ടിയ ഒരു മകൻ മൂഴിക്കുളം ഇടവക്കാരനാണ്. അങ്ങോർക്ക് അവിടെ പട്ടം കിട്ടി വന്ന് കുർബാന ചെല്ലുന്നതിന് അവിടുത്തെ വികാരി സമ്മതിക്കാത്തതുകൊണ്ട് അമ്മ വീടായ കറൂറ്റി വന്ന് പട്ടം കുർബാന ചെല്ലാനായിട്ട് അവിടെയും ശ്രമിച്ചു. അവിടുത്തെയും വികാരി സമ്മതിച്ചില്ല എന്നാണ് ഞാൻ കേട്ടത്. ആ മകൻ്റെ പട്ടം കിട്ടിയതിന് ശേഷമുള്ള സഭയുടെ പരിശുദ്ധ കുർബാന ഞായറാഴ്ച 4 മണിക്ക് അവിടെ വേറെ ഏതോ ഒരു ചാപ്പലിൽ നടക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. ഇതൊക്കെ എന്തൊരു മോശം പ്രവൃത്തികളാണ് ഇവന്മാർ കാണിക്കുന്നത്. സഭയ്ക്ക് വേണ്ടി 10-13 വർഷം കഷ്ടപ്പെട്ട് പഠിച്ച ഈ പാവപ്പെട്ട വൈദ്യ വിദ്യാർത്ഥികൾ അവരാത്മാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നതിന് വേണ്ടി കുർബാന അർപ്പിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ അതിന് പോലും അവസരം കൊടുക്കാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ പറയുന്ന ലോഹയിട്ട വൈദികരെന്ന് പറയുന്ന തൊഴിലാളികൾ മോശമായിട്ടുള്ള രീതികളിലേക്ക് ഇനിയും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു അന്ത്യം സംഭവിച്ചില്ലെങ്കിൽ നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള എല്ലാ ഇപ്പോൾ നടക്കുന്ന സമാധാനപരമായ കാര്യങ്ങളും ഇനി നടക്കും എന്ന് നമ്മൾ കരുതണ്ട. ബാക്കി 34 അതിരൂപതകളും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചും മാർപ്പാപ്പയുടെ ആഹ്വാനമനുസരിച്ചും മുന്നോട്ട് പോകുമ്പോൾ ഇവിടെയുള്ള ഈ 350 വിമതരെന്ന് മുദ്ര കുത്തപ്പെട്ട സഭയെ വെറുക്കുന്ന ഒരു 5-6 അരപ്പട്ട കെട്ടിയ മെത്രാന്മാരും ഉണ്ട് അവരുടെ കൂടെ. അവരാണ് ഇതിനെല്ലാത്തിനും വഴിവെച്ച് കൊടുക്കുന്നത്. ഒരു 4 പേരെ പുറത്താക്കുന്നതിനുള്ള നടപടി റോമിൽ നിന്ന് വന്നപ്പോൾ അത് ചെയ്താൽ മതിയായിരുന്നു. അന്ന് അത് ഒതുക്കി വെച്ചു. ഇപ്പോൾ തട്ടിലും പാമ്പ്ളാനിയും ചേർന്ന് പിന്നെയും സഭയെ നാശത്തിൻ്റെ വക്കിലേക്ക് വിടുന്നതിന് സ്വന്തം സഹോദരങ്ങളെ തമ്മിൽ തല്ലിടിപ്പിച്ചുകൊണ്ട് ഇരുന്ന് വീണ വായിക്കുന്നു. ഇതിൽ കൂടുതലൊന്നും പറയുന്നില്ല. എന്താ സംഭവിക്കാൻ പോണേന്നോ ഇതെങ്ങനെ അവസാനിക്കുമെന്നോ ആലോചിച്ചാൽ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇവരെല്ലാവരും നമ്മളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പള്ളിയിൽ പോയാൽ നമുക്ക് ബഹുമാനമില്ല, കുർബാന എന്താണെന്നറിയില്ല, കുരിശെന്താണെന്നറിയില്ല. ഇതൊക്കെ പറയാനേ ഇവന്മാർക്ക് അറിയുള്ളൂ. കാത്തിരുന്ന് കാണാം. സങ്കടത്തോടെ പറയുന്നത്.